ധാരാളം സഹോദരിമാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഭർത്താവിന് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ ഭാര്യയുടെ അനുവാദം വേണോ? അനുവാദമില്ലെങ്കിൽ ആ വിവാഹം ശരിയാകുമോ എന്ന് സാധാരണ ചോദിക്കാറുണ്ട്. ചോദ്യത്തിൻ്റെ പിന്നിലുള്ള മനഃശാസ്ത്രം നമ്മൾ പറയുന്നതിന് മുമ്പ് ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം. യഥാർത്ഥത്തിലൊരു വിവാഹം സാധുവാകാൻ, അത് ഒന്നാമത്തെ വിവാഹമാകട്ടെ രണ്ടാമത്തെ വിവാഹമാകട്ടെ, ഒരു വിവാഹം സാധുവാകാൻ ആവശ്യമായിട്ടുള്ളത് മഹർ വേണം, 2 സാക്ഷി വേണം, വലിയ വേണം, പിന്നെ അതിൽ ഈജാബും കബൂലും, അത് ഞാൻ വിവാഹം കഴിച്ച് തന്നു എന്നും ഞാനത് സ്വീകരിച്ചു എന്നും പറയണം. അപ്പോൾ ഇത്ര മാത്രമുണ്ടെങ്കിൽ ഏത് വിവാഹവും സാധുവാകും. അവിടെ വിവാഹിതയാകുന്ന പെൺകുട്ടിയുടെ അനുവാദം വേണം, അവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ടിരിക്കണം. അതല്ലാതെ ഒരാളൊരു വിവാഹം കഴിക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരാളുടെ സമ്മതം വാങ്ങുന്ന ഒരവസ്ഥയില്ല. നമ്മുടെ മാതാപിതാക്കളുടെ സംതൃപ്തിയും സന്തോഷമൊക്കെ വേണം എന്നതിലുപരി മറ്റൊന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരാനുള്ള കാരണം നമുക്കറിയാം. ഭർത്താക്കന്മാർ ഭാര്യമാരറിയാതെ വേറെ വിവാഹങ്ങൾ കഴിക്കുന്നു. അപ്പോൾ ഭാര്യമാരറിയാതെ ഒരു വിവാഹം കഴിക്കുന്നു എന്നത് തെറ്റാണോ? തെറ്റല്ല. പക്ഷെ അവിടെ അവശേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് ഭാര്യ അറിയാതെ വിവാഹം കഴിക്കുന്നത്? ഭാര്യ ഭർത്തൃബന്ധത്തിൽ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പരസ്പരം പറഞ്ഞുകൊണ്ടും അറിഞ്ഞുകൊണ്ടുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതങ്ങനെ ചെയ്യാതിരിക്കാൻ കാരണം ഭാര്യയ്ക്ക് സമ്മതമില്ല, അവളറിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാക്കും, ചിലപ്പോൾ വിവാഹങ്ങൾ തന്നെ നടക്കാതെ പോകും എന്നതുകൊണ്ടാണ് ഭാര്യയെ അറിയിക്കാതെ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ഭാര്യയെ അറിയിക്കാതെ വിവാഹം കഴിക്കുന്ന ഒരാൾ പിന്നീട് അത് വിവാഹം അറിയാമല്ലോ. ആ വിവാഹം ഭാര്യ അറിയുന്നതോടുകൂടെ അദ്ദേഹം ഭയപ്പെട്ടിരുന്ന എല്ലാ പ്രശ്നങ്ങളും അവരുണ്ടാക്കും. ഒരുപക്ഷെ അതിനേക്കാളും രൂക്ഷമായി ഉണ്ടാക്കും. എന്നോട് പറയാതെ എന്തിന് വിവാഹം കഴിച്ചു എന്നുകൂടെ ചോദിച്ചുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും. അയാൾ ആ വിവാഹം വേണ്ടെന്ന് വെക്കും. ഒരുപക്ഷെ വെറുതെ ജീവിതത്തിൽ ഒരു ഭർത്താവ് ഒഴിവാക്കി അല്ലെങ്കിൽ വിവാഹം നടക്കാതെ സ്വസ്ഥമായി ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിക്ക് വീണ്ടും ഒരു ദുരന്തം കൂടെ സമ്മാനിക്കാനേ അത്തരം കാര്യങ്ങൾ കൊണ്ട് ഉപകാരപ്പെടുകയുള്ളൂ. ഇനി ഭാര്യ അറിഞ്ഞാൽ പ്രശ്നമില്ല എന്നുള്ള ആളുകളാണെങ്കിൽ അവർ ധൈര്യപൂർവ്വം വിവാഹം കഴിക്കും. അവരാ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകും. അങ്ങനെയുള്ള ആളുകൾ ഒരുപക്ഷെ വിവാഹം കഴിഞ്ഞാലും 2 ഭാര്യമാരെയും അല്പം ബുദ്ധിമുട്ടിയാൽ പോലും നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും. രണ്ടാമതൊരു വിവാഹം ആവശ്യമാണെങ്കിൽ ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല. 2 പേരെയും ഒരുപോലെ സംരക്ഷിക്കണം എന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല രണ്ടാം വിവാഹങ്ങളെയും കുറിച്ച് പരിശോധിക്കുമ്പോൾ നമ്മൾ വളരെ ഗൗരവമായി അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. വളരെ ഉത്തരവാദിത്തപ്പെട്ട മതപരമായി ജനങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളടക്കം രണ്ടാമത്തെ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുകയും അവർ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. ഇത് സത്യത്തിൽ എന്തുള്ളൂ എന്ന് വിചാരിച്ചാൽ മനസ്സിലുള്ള ഒരാഗ്രഹം നിറവേറുക എന്ന് മാത്രം. ഒരു പുരുഷൻ എന്ന നിലക്ക് ഒരു വിവാഹം കൂടെ കഴിക്കാം എന്ന ഒരാഗ്രഹം ഒരുപക്ഷെ സ്വാഭാവികമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തു ചെയ്യും, അതിനെ ആഗ്രഹിച്ച് മനസ്സ് വെക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായ പല വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. ഇന്ന സ്ഥലത്തൊരു കുട്ടിയുണ്ട്, അതിങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ എന്തുകൊണ്ടായിക്കൂടാ എന്ന് ചിന്തിക്കുകയും ആ കുട്ടിയെക്കുറിച്ച് മനസ്സിൽ ചിന്തകൾ വരികയും അത് പിന്നെ ഒരാഗ്രഹമായി മാറുകയും അവസാനം അതൊരു വിവാഹത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നതാണ് ഒരുപക്ഷെ പലയിടങ്ങളിലും സംഭവിക്കുന്ന കാര്യം. ഇങ്ങനെ വിവാഹം കഴിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഒരുപക്ഷെ വിവാഹം കഴിക്കുന്ന സമയത്ത് നിങ്ങളോട് പറയും അങ്ങനെ വേണ്ട അങ്ങനെ വേണ്ട, നിങ്ങൾ സംരക്ഷിക്കേണ്ട, നിങ്ങൾ നോക്കേണ്ട, കുട്ടികൾ നിങ്ങൾക്ക് ബാധ്യതയാവില്ല, പലതും പറയും, വിവാഹം നടക്കാവുന്ന എല്ലാം പറയും. പക്ഷെ വിവാഹം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കണം, നിങ്ങളുടെ രണ്ടാമത്തെ ഭാര്യയായാലും അവരുടെ രണ്ടാമത്തെ വിവാഹമായാലും എന്തോ ആവട്ടെ, എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരെന്ന് പ്രതീക്ഷിക്കുന്നത് ഒന്നാണ്, തൻ്റെ ഭർത്താവ് തൻ്റേതായിരിക്കണം, തന്നെ എല്ലാം അവിടെ നോക്കണം, തനിക്കെപ്പോഴും കിട്ടണം, തൻ്റെ കാര്യങ്ങളെല്ലാം നടക്കണം, തന്നെ നല്ലതായിട്ട് സംരക്ഷിക്കണം. ഇതെല്ലാ പെൺകുട്ടികളുടെയും എല്ലാ ഭാര്യമാരുടെയും ആഗ്രഹമാണ്. അപ്പോൾ അവരതിനു വേണ്ടി ശ്രമിക്കും. അപ്പുറത്ത് നിങ്ങളൊരു ഭാര്യ ഉണ്ട്, അവളെ നിങ്ങളെ സംരക്ഷിക്കുന്നു എന്ന കാര്യം തന്നെ അവിടെ മനസ്സിലുണ്ടാവില്ല. അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കും. ഒരുപക്ഷെ ആദ്യ ഭാര്യ വിട്ടുവീഴ്ച ചെയ്താലും ഒരുപക്ഷെ രണ്ടാമത്തെ ഭാര്യ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കും. കാരണം അവരത്രയും ആഗ്രഹിച്ചതാണ് ഒരു വിവാഹം, അവരത്രയും ആഗ്രഹിച്ചിട്ടാണൊരു വിവാഹം. അതുകൊണ്ട് അവർക്ക് ആ വിവാഹത്തിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടണമെന്നൊരു നിർബന്ധം അവർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് ഇത്തരം വിവാഹങ്ങൾക്ക് വേണ്ടി ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും അതിൽ കൊണ്ടുപോയി ചാടിക്കുകയും അങ്ങനെ അതിൻ്റെ വരുംവരായികളെക്കുറിച്ച് അവർ ചിന്തിക്കാതിരിക്കുകയൊക്കെ ചെയ്ത് എത്രയോ കുടുംബങ്ങൾ ഛിന്നഭിന്നമായി പോകുന്നുണ്ട്. ഇവിടെ സമാധാനപൂർണ്ണമായി ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തെ
അസ്വസ്ഥമാക്കുകയും ഒരുപക്ഷെ തകർത്ത് കളയുകയും ആ ബന്ധങ്ങൾ ഇല്ലാതാക്കുകയും ആ കുട്ടികൾ അനാഥരായിത്തീരുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുന്നു എന്നതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെയും വളരെ സൂക്ഷ്മതയോടുകൂടെയും പക്വതയോടെ നിർവഹിക്കേണ്ട ഒരു കാര്യം ആലോചനയില്ലാതെ, ചിന്തിക്കാതെ, അതിൻ്റെ വരുംവരായികൾ ആലോചിക്കാതെ, അത് സംരക്ഷിച്ചു പോകാനുള്ള ജീവിത ചുറ്റുപാടുകളില്ലാതെ, എല്ലാം ഒരു നിലക്കും അത് പിന്നെ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനുള്ള മാനസിക ബലമില്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് തീർച്ചയായും അവിവേകപരമാണ്. അത്തരം അവിവേകങ്ങളുടെ അനന്തരഫലം കുടുംബ ചിത്രതയും അതേപോലെ തന്നെ സമാധാനവും, കുടുംബം കൊണ്ട് കിട്ടേണ്ട സമാധാനം ഇല്ലാതാവുകയുമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഗൗരവത്തോടു കൂടിയും ഉത്തരവാദിത്തത്തോടു കൂടിയും ആണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ന് നമ്മുടെ സഹോദരങ്ങൾ മനസ്സിലാക്കണം.